ഹലോ ഗായ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നോർമൽ സൈമിൾട്ടേനിയസ് ഇക്വേഷന് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. 3x + 5y = 15 അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വന്നിട്ടുള്ളത്. സെക്കൻഡ് ഇക്വേഷന് 4x - 2y = 4 ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ചോദിക്കും. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ലേറ്റർ. ഇപ്പോൾ എന്ന് വെച്ചാൽ കാൽക്കുലേറ്റർ എടുക്കാം. അപ്പോൾ കാൽക്കുലേറ്ററിൽ മോസ്റ്റ് ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റർ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട്, അതായത് വേറെ ഡിഫറെൻറ്റ് മോഡ്സിലൊക്കെ യൂസ് ചെയ്തിട്ട് അതേപടി വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്യുമ്പം പോലും അതിൽ തെറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, ജസ്റ്റ് നമ്മൾ ഓണാക്കിയാൽ ഇങ്ങനെ തന്നെ കാണാം. കാരണം നിങ്ങൾ റീസെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഷിഫ്റ്റ് കൊടുക്കുക, എന്നിട്ട് മോഡ് പ്രസ് ചെയ്യുക. എല്ലാ ടോട്ടൽ റീസെറ്റ് ചെയ്യാൻ പോകണം, അതായത് ഓൾ കൊടുക്കാം. ഓക്കെ, 3 പ്രസ് ചെയ്യാം, = പ്രസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒക്കെ റീസെറ്റായി പോയിട്ടുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് കം ബാക്ക് ടു ദിസ്. ഇതിലെന്ന് വെച്ചാൽ എന്താ ചോദിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻസ് കാൽക്കുലേറ്റർ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ മോഡ് മാറ്റണം, അതായത് ഇക്വേഷനിലേക്ക് ആക്കണം. അപ്പം മോഡ് 3 ടൈംസ് പ്രസ് ചെയ്യുക. 1 ആണ് ഇക്വേഷൻ. അപ്പം 1 പ്രസ് ചെയ്യുക. എത്ര അൺനോൺസ് ഉണ്ട്? 2 അൺനോണാണ് ഉള്ളത്. അപ്പോൾ 2 പ്രസ് ചെയ്യുക. അപ്പോൾ A1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കൂ, എന്തായാലും നമുക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ എന്താക്കുക, ഇതിൻ്റെ വാല്യൂസ് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് A1 എന്ന് പറഞ്ഞാൽ +3 ആണ്, അപ്പോൾ 3 എഴുതാം. ഇനി B1 എന്ന് പറഞ്ഞാൽ +5 ആണ്. ആൻഡ് C1 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഈ വാല്യൂസ് എഴുതി വെക്കാം. പിന്നെ സെക്കൻഡ് ഇക്വേഷനിൽ വരുമ്പോൾ A2 എന്നാണ് നെയിം ചെയ്യുക. ഓക്കെ, ഇത് +4 ആണ്, അപ്പോൾ 4 എഴുതി. B2 -2 ആണ് വരുന്നത്. ആൻഡ് C2ൻ്റെ വാല്യൂ വന്നിട്ട് 4 ആണ് വരുന്നത്. ഈ വാല്യൂസ് നമ്മൾ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കാം, A1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 ടൈപ്പ് ചെയ്ത് കൊടുക്കുക, = അടിക്കുക. B1ൻ്റെ വാല്യൂ 5 ആണ് വരുന്നത്. 5 പ്രസ് ചെയ്യുക, = അടിക്കുക. C1ൻ്റെ വാല്യൂ 15 ആണ് വരുന്നത്. = അടിക്കുക. ഇപ്പോൾ കണ്ടോ A2ൻ്റെ വാല്യൂ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ A2ൻ്റെ വാല്യൂ അടിച്ചു കൊടുക്കുക 4. B2ൻ്റെ വാല്യൂ -2. C2ൻ്റെ വാല്യൂ 4. ഓക്കെ, ഇപ്പോൾ = അടിച്ചാൽ നമുക്കിപ്പോൾ ഇതിൽ എന്താണ് കിട്ടുന്നത്? എക്സും വൈയും എന്നുള്ള 2 ആൻസേഴ്സാണ് കിട്ടുക. ഇക്വേഷൻ്റെ 2 ആൻസേഴ്സാണ് കിട്ടുക. അപ്പോൾ എക്സ് വാല്യൂ എഴുതി വെക്കാം. 1.923 ആണ് എക്സിൻ്റെ വാല്യൂ വരുന്നത്. ഒന്നും കൂടി = അടിച്ചു കൊടുത്താൽ വൈൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ വൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.846 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവും ലൈക്ക് ഇത്രയും സിമ്പിൾ കാര്യമാണ് ഇതെന്ന് വെച്ചാൽ. ഒരു 1-2 സ്റ്റെപ്സൊക്കെ നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചാൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഫ്രീ ടിപ്സിനും അതായത് ഇങ്ങനത്തെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഡു ഫോളോ ആൻഡ് സപ്പോർട്ട്. ബൈ.